السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله. اللهم صل وسلم على سيدنا محمد وعلى آله وصحبه أجمعين. الصلاة والسلام عليك يا سيدنا يا رسول الله. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, മങ്കൂസ് മൗലിദ് വിശദീകരണം ഭാഗം 7. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാനപ്പെട്ട 5 വിശേഷ ഗുണങ്ങൾ പരാമർശിക്കപ്പെട്ട സൂറ അത്ത്-തൗബയിലെ 128 ആയത്താണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അതോടൊപ്പം അതിനുശേഷമുള്ള ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. ഈ 2 ആയത്തുകൾ വളരെ പവിത്രമായ മഹത്വങ്ങളുള്ള 2 ആയത്തുകളാണ്. ഇവയുടെ ശ്രേഷ്ഠതയെക്കുറിച്ച് ഒരുപാട് പണ്ഡിതന്മാർ, അയിമ്മത്തുകൾ വിശദീകരിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഈ 2 ആയത്തുകൾ ഓതിയാൽ അന്നത്തെ ആ ദിവസം അവൻ കൊല്ലപ്പെടുകയില്ല, അവൻ മരണപ്പെട്ടു പോവുകയില്ല, ഒരാളും തന്നെ ഇരുമ്പിൻ്റെ ആയുധവുമായിട്ട് അവനടുത്തേക്ക് വരികയില്ല എന്നെല്ലാം മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അമൽ ചെയ്യാവുന്നതാണ്. നല്ല വിശ്വാസമുള്ള യഖീനുള്ള എല്ലാവർക്കും അമൽ ചെയ്യാവുന്നതാണ്. ചില മഹാന്മാർ 70 വയസ്സായ സമയത്ത് ഈ ആയത്ത് ഓതുകയും അത് കാരണമായിട്ട് അള്ളാഹുവിൻ്റെ ഖളാഓടുകൂടി 130 കൊല്ലം 130 വർഷം വയസ്സുവരെ അയാൾ ജീവിക്കുകയും ചെയ്തു. അള്ളാഹു തആല അദ്ദേഹത്തിൻ്റെ മരണം ഉദ്ദേശിച്ചപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണുകയും റസൂലുള്ളാഹി തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഇലാകം തഹ്റുബു മിന്ന, ഏതുവരെ നീ നമ്മിൽ നിന്ന് ഓടിപ്പോകും എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഈ ആയത്ത് ഓതുന്നത് നിർത്തുകയും ചെയ്തപ്പോൾ മരണപ്പെട്ടു എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് അമൽ ചെയ്യാവുന്ന നല്ലൊരു കാര്യമാണ്. ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ തുടരുന്നു. വറുവിയ അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല കുൻതു നൂറൻ ബൈന യദയില്ലാഹി അസ്സ വജല്ല ഖബ്ല അൻ യഖ്ലുഖ ആദം അലൈഹിസ്സലാം بألفي عام يسبح الله ذلك النور وتسبح الملائكة بتسبيحه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഞാൻ ആദം നബി അലൈഹിസ്സലാമിനെ പടക്കുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്തിൻ്റെയും ഇറാദത്തിൻ്റെയും ഒക്കെ മുമ്പിൽ ഞാൻ പ്രകാശമായിരുന്നു, നൂറായിരുന്നു. ആ പ്രകാശം അല്ലാഹു തആലാക്ക് തസ്ബീഹ് ചൊല്ലുകയും ആ നൂറിൻ്റെ തസ്ബീഹ് കൊണ്ട് മലക്കുകൾ തസ്ബീഹ് ചൊല്ലുകയും ചെയ്തിരുന്നു. ഇവിടെ പ്രകാശം, ലൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ലൈറ്റുണ്ട്, ഒരു പ്രകാശമുണ്ട്. ഇരുട്ടിൻ്റെ ഓപ്പോസിറ്റിൽ വരുന്ന ഒരു പ്രകാശം. അങ്ങനെയാണ് എന്ന് നാം ധരിക്കരുത്. മറിച്ച് അല്ലാഹു തആല ഉദ്ദേശിച്ച, അല്ലാഹു തആല പടച്ച ഒരു ഹഖീഖത്ത് മുഹമ്മദിയ, റസൂലുള്ളാഹി തങ്ങളുടെ ഒരു ഹഖീഖത്ത്, അതിന് നൂർ എന്ന് പേര് വെച്ചു. അതെങ്ങനെയാണ് എന്ന് നമുക്കാർക്കും അറിയില്ല, പറയാനും കഴിയില്ല. അത് അല്ലാഹു തആലക്ക് മാത്രമേ അതെങ്ങനെയാണ്, ആ നൂർ എങ്ങനെയാണ് എന്ന് പറയാൻ കഴിയൂ. ഇതാണ് റസൂലുള്ളാഹി തങ്ങളുടെ അന്ന് ആ ആദം നബി അലൈഹിസ്സലാമിനെ പടക്കുന്നതിൻ്റെ മുമ്പ്, ലോകത്തെ തന്നെ പടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് അല്ലാഹു തആല പടച്ച ആ നൂർ, അത് എന്താണ്, എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കേണ്ടതില്ല. ബൈന യദയില്ല, അള്ളാഹിൻ്റെ മുമ്പിൽ എന്ന് പറയുമ്പോൾ അല്ലാഹു തആലയുടെ ഖുദ്റത്തിൻ്റെ മുമ്പിൽ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആലയോട് ഏറ്റവും അടുത്ത ആ ഒരു അവസ്ഥയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറ് ഉണ്ടായിരുന്നു. ആ നൂറ് അല്ലാഹു തആല ഉദ്ദേശിക്കുന്ന എല്ലായിടങ്ങളിലും അതിങ്ങനെ സഞ്ചരിച്ചിരുന്നു. അത് എവിടെ, എങ്ങനെ എന്നൊക്കെ ലാ യഅലമുഹു ഇല്ലല്ലാഹ്, അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. ഹദീസിൽ കാണാം,
അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ കുന്തു നൂറൻ ബൈന യദൈ റബ്ബി അസ്സ വജല്ല ഖബ്ല അൻ യഖ്ലുഖ ആദം ബി 14,000 ആം. 14,000 കൊല്ലങ്ങൾക്ക് മുമ്പ്, ആദം നബിയെ പടക്കുന്നതിൻ്റെ 14,000 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്ന് കാണാം. ഇവിടെ നമ്മൾ മങ്കൂസ് മൗലിദിൽ പറയുന്നത് 2,000 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്നാണ്. ചില മൗലിദുകളിൽ 70,000 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്ന് കാണാം. ചില സ്ഥലങ്ങളിൽ 7 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്ന് കാണാം. ഇങ്ങനെ പല എണ്ണങ്ങളും റിപ്പോർട്ട് ചെയ്തതായി കാണാം. ഈ എണ്ണങ്ങൾക്ക് ഉദ്ദേശം എന്താണ്? ആ കൃത്യമായ എണ്ണങ്ങൾ, കൃത്യമായ കൊല്ലങ്ങൾ എന്നല്ല, മറിച്ച് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ്, ആദം നബി അലൈഹിസ്സലാമിനെ പടക്കുന്നതിൻ്റെ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ അള്ളാഹുവിൻ്റെ അടുത്ത് നൂറായിരുന്നു എന്നാണ് അത് ഉദ്ദേശം. ആ കൊല്ലങ്ങളല്ല. കാരണം അന്ന് സൂര്യനോ ചന്ദ്രനോ ഒന്നും തന്നെ പടച്ചിട്ടില്ല. ആ കൊല്ലത്തിന് കണക്കാക്കാനുള്ള ഒരു അളവുകോല് അന്നില്ലാത്തത് കൊണ്ട് ഈ എണ്ണങ്ങൾക്കെല്ലാം ഉദ്ദേശം കുറേ കാലങ്ങൾക്ക് മുമ്പ് എന്നേ മനസ്സിലാക്കേണ്ടതുള്ളൂ. ബദറിൽ ഇറങ്ങിയ മലക്കുകളെ കുറിച്ച് ഒരായത്തിൽ 3000 എന്ന് കാണാം. അലൻ യക്ഫിയക്കും അൻ യുമിദ്ദക്കും റബ്ബുക്കും ബിസലാസതി ആലാഫിൻ മിനൽ മലായികതി മുൻസലീൻ. 3000 മലക്കുകൾ എന്ന് കാണാം. മറ്റൊരായത്തിൽ 5000 എന്ന് കാണാം. ഇവിടൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറേ മലക്കുകൾ എന്നേ മനസ്സിലാക്കേണ്ടതുള്ളൂ. മഹ്ശറിൽ നമ്മൾ നിൽക്കുന്ന ആ സമയത്തെക്കുറിച്ചും ഇതുപോലെയുള്ള പല പരാമർശങ്ങൾ കാണാം. ഇവിടെയൊക്കെ നമ്മൾ കുറേ കൊല്ലങ്ങൾ എന്ന് മനസ്സിലാക്കിയാൽ ഈ ആശയക്കുഴപ്പം അല്ലെങ്കിൽ വൈരുദ്ധ്യമാണ് എന്ന് തോന്നുന്ന പരാമർശങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ നിജസ്ഥിതി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. റബ്ബ് സുബ്ഹാനഹു വ തആല ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസത്തിൽ ആ റസൂലുള്ളാഹി തങ്ങളുടെ മേൽ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാൻ, അവിടുത്തെ മൗലിദ് ഒരുപാട് പാരായണം ചെയ്യാൻ, അതു കാരണമായിട്ട് അവിടുത്തെ മഹബ്ബത്ത് സമ്പാദിക്കാൻ, അവിടുത്തെ ശഫാഅത്ത് ലഭിക്കാൻ, അവിടുത്തെ കയ്യിൽ നിന്ന് ഹൗലുൽ കൗസർ വാങ്ങിക്കുടിക്കാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.